ആദി എന്തായി? നീ എപ്പോ നാട്ടിൽ വന്നു? ഞാൻ ദേ പോയതാവുന്നല്ലോ. എല്ലാരും വലിയ ജോലിക്കാരൊക്കെ ആയിപ്പോയല്ലേ, പിന്നെ എങ്ങനെ കാണാനാ? ഒന്ന് പോടാ, ജോലി എവിടെന്നാവൻ? ഓ ഡാർക്ക്. എങ്കിൽ പിന്നെ നമുക്ക് ചായ കുടിച്ചാലോ? ബ്രോ 2 ചായ. സഹോ എന്തായി നിന്റെ ദുബായ് യാത്രാ പ്ലാനൊക്കെ? ഓ ഇല്ലടാ, ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് വീക്ക് തീരും, അത് കഴിഞ്ഞ് നോക്കണം. എന്തായി നീ പോയിട്ട്? എടാ നമ്മൾ ഈ ഇൻസ്റ്റയിൽ സ്റ്റോറിയും കണ്ട് വാട്സപ്പിൽ സ്റ്റാറ്റസും കണ്ട് ഒരു ലൈഫ് എക്സ്പെക്ട് ചെയ്ത് പോകുന്ന ദുബായ് അല്ല ഇപ്പോഴത്തെ ദുബായ്. പോയ എക്സ്പീരിയൻസ് വെച്ച് പറയണ, നീ മറ്റേ നമ്മുടെ ആസിഫലിയുടെ സർക്കിട്ട് പടം കണ്ടിട്ടില്ലേ? സെയിം അവസ്ഥയാണ് ഇപ്പൊ ദുബായിൽ. ഓ പോയി വന്നിട്ട് വലിയ ഫിലോസഫി ഒക്കെ പറയണ്ടല്ലോ. ചേട്ടച്ചാരുള്ളതുകൊണ്ട് വലിയ രീതി കഷ്ടപ്പെട്ടിട്ടില്ല, കുറെ കഴിഞ്ഞ് പുള്ളി തന്നെ പാക്ക് ചെയ്ത് വിട്ടു. എടാ നമ്മൾ ഈ ബികോം കഴിഞ്ഞെന്ന് വെച്ചിട്ട് അക്കൗണ്ടന്റായിട്ട് നമുക്ക് ജോലി കിട്ടണമെന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ ചെറിയ കമ്പനികൾക്ക് അത് മതിയാവും, അവിടെ അങ്ങനെയല്ല. ഞാൻ അതുകൊണ്ട് IFRS ഡിപ്ലോമ ചെയ്യുന്നുണ്ട് വിത്ത് പ്രാക്ടിക്കൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ. ഗ്ലോബലി ഇത് മാറ്റർ ചെയ്യണം. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. കേട്ടിട്ടുണ്ടാകും, അല്ലാതെ അത്ര വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല. ഇതിവിടെ പഠിപ്പിക്കലുമില്ല. ദുബായിൽ മാത്രമല്ല, നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഡിലോയിറ്റ് പോലുള്ള വലിയ കമ്പനിയിൽ ജോലി കിട്ടാൻ ഇത് ആവശ്യമാണ്. ഞാൻ അറിഞ്ഞില്ലതൊന്നും. നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? മുമ്പ് കേട്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ബെറിഷ് ഗ്ലോബൽ എക്സലൻസിന്റെ ആഡ് കണ്ടായിരുന്നു. അവര് പ്രാക്ടിക്കലി പഠിപ്പിക്കുന്നുണ്ട്. സോ സീറ്റ് ഇതിലേക്ക് പോയി ചേരണം. നീ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നീ പോരെ, നമുക്ക് ഒരുമിച്ച് ചേരാം. എങ്കിൽ അടുത്ത ബാച്ച് ഞാനും വരാം.